السلام عليكم ورحمة الله. الحمد لله. الحمد لله الذي أنعمنا وأسعدنا بشهر رمضان المبارك، وهو الذي أنزل القرآن في هذا الشهر العظيم، والصلاة والسلام على القائل: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. സ്നേഹം നിറഞ്ഞ സനാബിൽ ഗ്രൂപ്പ് അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാൻ വളരെ വേഗത്തിൽ നമ്മിൽ നിന്ന് കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും നിർണായകമായ ദിനങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അള്ളാഹു ഈ റമദാനിനെ നിർണയത്തിൻ്റെ രാവടക്കം ലഭിച്ച് സൽക്കർമ്മ നിരതമാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ നിമിഷം വരെ നമ്മൾ നിർവഹിച്ച സർവ സൽക്കർമ്മങ്ങളും നാഥൻ സാലിഹായ കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാൻ വിശ്വാസി സമൂഹത്തിൻ്റെ ആത്മസംസ്കരണ പാഠശാലയാണ്. ഇസ്ലാമിക സമൂഹത്തിലെ ആഭാലവൃദ്ധരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ എന്ന മദ്രസയിലേക്ക്, ധർമ്മ പാഠശാലയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 11 മാസക്കാലയളവിൽ നമ്മുടെ മനസ്സും ശരീരവും സമ്പത്തും സംസാരവും സംസ്കാരവും സമീപനവും ഇടപാടും ഇടപഴകലുകളുമെല്ലാം പലയിടങ്ങളിൽ കയറിയിറങ്ങി. പാപത്തിൻ്റെ കറകളുമായിട്ടാണ് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ആ പാപത്തിൻ്റെ കറകളെ തസ്കിയത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഖൽബുൻ മുനീബും ഖൽബുൻ സലീമുമാണ് ഇഹലോകത്തും പരലോകത്തും നമുക്ക് ധന്യത നൽകുന്നത് എന്ന തിരിച്ചറിവിലൂടെ സ്വാംശീകരണത്തിന്, പ്യൂരിഫിക്കേഷന്, ശുദ്ധീകരണത്തിന് നമ്മൾ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. റമദാനിലേക്ക് പ്രവേശിച്ച് വ്രതാനുഷ്ഠാനം തുടങ്ങിയാൽ തന്നെ വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ഓഫറായി പ്രവാചകൻ അറിയിച്ചത് മനസ്സിൽ അടിഞ്ഞുകൂടിയ തിന്മകളുടെ മാറാലകളെ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുപ്പിക്കുന്ന സവിശേഷത നോമ്പിലുണ്ട് എന്നാണ്. നിങ്ങളുടെ നോമ്പ് വയറിന് മാത്രമല്ല, നാവിനും കണ്ണിനും കരളിനും വികാരവിചാരങ്ങൾക്കും ഇടപെടുന്ന മേഖലകളിലെല്ലാം നോമ്പിൻ്റെ ചൈതന്യം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു ഈമാനും ഇഹ്തിസാബും നോമ്പിലുണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്ന നേട്ടം മനസ്സംസ്കരണമാണ്. പാപങ്ങൾ കഴുകിക്കളയുന്ന അനുഗ്രഹീത അവസ്ഥയാണ്. മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതേ, മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന ഏറ്റവും അസുലഭമായ അവസരം, ആത്മീയ നിർവൃതി. രാത്രി നമസ്കാരം നിർവഹിക്കുന്ന സമയത്തും പദം മാറ്റി പ്രവാചകൻ നൽകിയ ഓഫറും ഇത് തന്നെയാണ്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് നവജാത ശിശുവിനെ പോലെ പിറന്നു വീണ കുഞ്ഞിൻ്റെ മാനസിക നൈർമല്യത്തിലേക്ക് മനുഷ്യനെ മാറ്റിപ്പണിയുന്ന പ്രക്രിയയാണ് വിശുദ്ധ റമളാനിലെ ഓരോ നിമിഷങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും. ദിക്ർ, ദുആകളും തൗബയും ഇസ്തിഗ്ഫാറും എല്ലാം അതിനു വേണ്ടിയാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. വിജയിച്ച ആളുകളുടെ ഗണത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. കുട്ടികൾ പരീക്ഷ എഴുതുന്നു, മത്സര പരീക്ഷകൾ നടക്കുന്നു. നമ്മളും പല വിധത്തിലുള്ള പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കേണ്ടത്, നമ്മുടെ മക്കൾ വിജയിക്കേണ്ടത് ആത്മസംസ്കരണ പരീക്ഷയിലാണ്. അവിടെ തസ്കിയത്ത് നേടിയെടുത്ത് നല്ലൊരു മനുഷ്യനായി മാറാൻ കഴിയണം. നല്ല മകളും മകനും, നല്ല ഭാര്യയും ഭർത്താവും, നല്ല മാതാവും പിതാവും, അങ്ങനെ നല്ല അയൽവാസിയും പൗരനുമൊക്കെയായിട്ട് മാറാൻ കഴിയുമ്പോൾ കുടുംബവും സമൂഹവും എത്രമേൽ ഹൃദ്യവും വശ്യവുമായി തീരും. പ്രതീക്ഷാ നിർഭരമാകും. എങ്ങും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചകൾ, കൂടുതൽ ഇരുളുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ
മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുളുകളിൽ നിന്ന് പല ഇരുളുകളുമുണ്ട്, പല ഇരുട്ടുകളും വ്യാപിക്കുകയാണ്. ഓരോന്നോരോന്നും പറയേണ്ട ആവശ്യമില്ല. ധാർമ്മികതയും അധാർമികവൽക്കരിക്ക ധാർമ്മികത, സദാചാരങ്ങൾ ദുരാചാരങ്ങളായി മാറുക, ആത്മീയ ചൂഷണങ്ങൾ അന്ധവിശ്വാസങ്ങൾ, മനുഷ്യ മനസ്സിനെ മലിനമാക്കുന്ന ഈഗോയും ദേഷ്യവും വാശിയും ഈർഷ്യതയും പകയും, പക വീട്ടാനുള്ളതാണ് എന്ന പ്രമേയം പുതുതലമുറ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നൂറിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. കാളിമീനൽ ഗൈള, ദേഷ്യം അടക്കിപ്പിടിക്കുകയും ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നവരാണ് സ്വർഗം ആഗ്രഹിക്കുന്നവർ, പടച്ചറബിൻ്റെ അടിമകൾ, വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ. ഈ ഉമ്മത്തിന് പുതിയ കാലത്ത് ഉത്ബോധനമായി ലഭിക്കേണ്ട സുന്ദര സൂക്തങ്ങളാണിതൊക്കെ. പടച്ചറബിലേക്ക് മടങ്ങണം, നമ്മൾ തെറ്റുകൾ തിരുത്തണം, മനസ്സിൽ അടിഞ്ഞുകൂടിയ തിന്മകളുടെ മാറാലകളെ തൗബയുടെ തെളിജലം കൊണ്ട് ശുദ്ധീകരിച്ച് സമൂഹത്തിനും കുടുംബത്തിനും ജീവിക്കുന്ന ഇടങ്ങൾക്കുമെല്ലാം നന്മ വിതറുന്ന മനുഷ്യനായി മാറാനുള്ള ഈ പരിശുദ്ധ റമദാൻ പാഠശാല, അതിൻ്റെ ഏറ്റവും മൗലിക ഭാഗം വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയ വെളിച്ചത്തിലേക്ക് നടന്നെടുത്ത് തെളിച്ചമുള്ള ജീവിതം നയിക്കാൻ ഈ റമദാൻ നമ്മിൽ അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതിന് പ്രവേശിക്കാനിരിക്കുന്ന അവസാനത്തെ 10 കൂടുതൽ ആത്മസംസ്കരണത്തിന് വേണ്ടി സമയം കണ്ടെത്തുക, ഭജനമിരിക്കുക, കുടുംബവും ഒന്നിച്ച് പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കലുഷിതമായി തീരും. റമദാനിൽ പോലും അനിഷ്ടങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന, പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന ഈ മാസത്തിൻ്റെ ഓരം ചേർന്ന് പോലും ഏറെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന, മനസാക്ഷി മരവിക്കുന്ന പല കാഴ്ചകളും നമ്മൾ കാണുന്നു, അറിയുന്നു, വായിക്കുന്നു. എങ്കിൽ പിശാചുക്കൾ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന സ്വർഗ കവാടം ചിലപ്പോൾ അടക്കപ്പെടാം. നരക കവാടം തുറക്കപ്പെടുന്ന വരാനിരിക്കുന്ന മാസങ്ങളിൽ നമുക്കും മക്കൾക്കും വിശ്വാസി സമൂഹത്തിനുമൊക്കെ തസ്കിയത്തിൻ്റെയും തഖ്വയുടെയും തർബിയത്തിൻ്റെയും പാതേയത്തിലൂടെ വരാനിരിക്കുന്ന മാസങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതൊക്കെ സംഭരിച്ച് നന്നാകാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണിത്. ഈ രണ്ടാമത്തെ 10 പിന്നിടാനിരിക്കുമ്പോൾ അതിലേക്കൊക്കെ ആരെങ്കിലും ഭൗതിക ജീവിത തിരക്കുകൾക്കിടക്ക് ലക്ഷ്യം നിർണയിച്ച് അതിലേക്ക് വേണ്ട മാർഗങ്ങൾ പാലിക്കുന്നിടത്ത് പാളിച്ചകൾ സംഭവിക്കുന്നു, സമയം കിട്ടാതെ പോകുന്നു എങ്കിൽ ഒരവസാന ചാൻസ് കൂടി ഇഅ്തികാഫ്, നിർണയത്തിൻ്റെ രാവ്, കുടുംബസമേതം ഒരു 24 മണിക്കൂർ, അതല്ലെങ്കിൽ ഒരു ദിനം, അതല്ലെങ്കിൽ 2 ദിവസം പള്ളിയിൽ ഭജനമിരുന്ന് എല്ലാം ഒരു പുനർവിചിന്തനം നടത്തി ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, ഒറ്റക്കിരുന്ന് പടച്ചറബിനെ ഓർത്ത് കണ്ണുനീർ പൊഴിച്ച് കണ്ണുനീര് കവിൾത്തടത്തിലൂടെ ഒഴുക്കി പാപക്കറകളൊക്കെ കഴുകിക്കളഞ്ഞ് ആദിമ വിശുദ്ധിയിലേക്ക് മടങ്ങാനും മക്കളെ മടക്കാനും അങ്ങനെ നല്ല മനുഷ്യനായി മാറാനും ജീവിതയാത്രയിൽ ഏറ്റെടുക്കുന്ന അമാനത്തുകളൊക്കെ ഭംഗിയോടെ ഭക്തിയോടെ പൂർത്തീകരിക്കാനും തീർച്ചയായും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഹ്രസ്വഭാഷണം, ഈ സംസാരം അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറെ പ്രയാസപ്പെടുന്ന ഫലസ്തീൻ സമൂഹം, ഗസ, ചീന്ത്, ആ മണ്ണിൻ്റെ മക്കൾ, അങ്ങേയറ്റത്തെ പ്രയാസം, അള്ളാഹു അതിജീവനം നൽകുമാറാകട്ടെ. കൊല്ലപ്പെടുന്നവർക്ക് അള്ളാഹു ഷഹാദത്തിൻ്റെ ആതിഥ്യം സ്വർഗീയ ആരാമത്തിൽ സംവിധാനിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഇസ്സത്ത് നീ പ്രദാനം ചെയ്യണമേ. തൗഹീദും തവക്കുലും തസ്കിയത്തും തഖ്വയും തർബിയത്തും മുഖമുദ്രയാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമ സമൂഹത്തിലെ ഉത്തമ ജനവിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم انصر إخواننا في فلسطين. اللهم كن نصيرا ومعينا للمجاهدين في هذه المنطقة المظلومة. اللهم دمر وشتت ومزق أعداءك وأعداء السلم والسلام والتعايش والإسلام والإنسانية والإحسان والعدل والمسجد الأقصى. اللهم إنا نسألك العفو والعافية من ديننا ودنيانا وأهلنا ومالنا. اللهم اغفر موتانا وموتاهم. اللهم اشف مرضانا ومرضاهم. ربنا تقبل دعاءنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم
വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.